ഹലോ ഗെയ്സ്, അങ്ങനെ 2-3 ദിവസത്തെ തകർപ്പൻ മഴയ്ക്ക് ശേഷം നമ്മളിത് ഈ അമ്പലത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ഇത് നമ്മുടെ വീടിനടുത്ത് നിന്നുള്ളൊരു നരസിംഹസ്വാമി ക്ഷേത്രമാണ്. ഏതാണ്ട് 2000-ലധികം വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. അതിനുശേഷം ഞങ്ങളത് പതുക്കെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് കരുതി. അപ്പം പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. നമ്മുടെ ആ പോകുന്ന റൂട്ടിലുള്ള റോഡ് മൊത്തം വെള്ളം കയറി മൊത്തം മുങ്ങി. വളരെ റിസ്ക് പിടിച്ച ഒരു യാത്രയാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം കണ്ടം ഏതാ റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാലും സ്ഥിരം പോകുന്നതായതുകൊണ്ട് നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ അത് കടന്നു. പിന്നെ നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ കാണുന്ന വലിയ മതിലുണ്ടല്ലോ, അത് ഈ ഭൂതങ്ങൾ കെട്ടിയതാണെന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങളിതേ വണ്ടി ഒരു സൈഡിലോട്ട് പാർക്കൊക്കെ ചെയ്ത് ഇതൊക്കെ അകത്തോട്ട് കയറി. അകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു ശിലാശാസനം കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് AD 946 സ്ഥാപിച്ച ശിലാശാസനം. അപ്പം തൊട്ടപ്പുറത്ത് മാറി അതിനെ വിശദീകരിച്ചുകൊണ്ടൊരു ബോർഡും കാണാം. പിന്നെ ഞങ്ങൾ അകത്തൊക്കെ കയറി ഇതൊക്കെ വെളിയിലിറങ്ങി ചുറ്റമ്പലമൊക്കെ കണ്ട് തൊഴുത് മെല്ലെ ഞങ്ങൾ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സ്വന്തം ആനയായ കണ്ടിയൂർ പ്രേംശങ്കറിനെ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ആശാൻ മതപ്പാടലാണ്. അപ്പോൾ അടുത്തേക്ക് ആരും പോകരുതെന്ന് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വേറെങ്ങും പോയില്ല, നേരെ വീട്ടിലേക്ക് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.